നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിനുള്ളിൽ പുറത്തു വരുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കൂടെയുള്ള പാർട്ടി പ്രവർത്തകയും എം പിയുമായ യുവതിയെ മർദ്ദിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഡൽഹി പോലീസാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. ഡൽഹി പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക്, അവരുടെ PCR-ലേക്ക് 2 കോളുകൾ വരികയും ആദ്യത്തെ കോളിൽ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളും അരവിന്ദ് കെജ്രിവാളിന്റെ PA അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് തന്നെ ആക്രമിച്ചു എന്ന് യുവതി പറയുകയായിരുന്നു. പിന്നീട് അല്പസമയത്തിന് ശേഷം അവർ പേര് പറഞ്ഞുകൊണ്ട്, സ്വാതി മാലിവാൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, സ്വാതി മാലിവാൾ MP ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കോൾ ചെയ്തിട്ടുള്ളത്. രണ്ടാമത് വീണ്ടും അവർ വിളിക്കുകയും PA തന്നെ മർദ്ദിച്ചു എന്ന് പറയുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും ഇത് വലിയ തിരിച്ചടി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാതി മാലിവാളിനെ പറ്റി പറയുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളുമായി ഏറ്റവും അടുപ്പമുള്ള നേതാവായിരുന്നു, പാർട്ടിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അരവിന്ദ് കെജ്രിവാളുമായി ഏറ്റവും അടുപ്പമുള്ള നേതാവായിരുന്നു സ്വാതി മാലിവാൾ. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയ ശേഷം യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും സ്വാതി മാലിവാൾ നടത്തിയിരുന്നില്ല. ഇവർ തമ്മിൽ എന്തൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും ഇടയ്ക്ക് വന്നിരുന്നു. എന്നാലും ഒന്നും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും തന്നെ അവർ നടത്തിയിരുന്നില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരമോ ചർച്ചയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം എന്ന സംശയവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, അരവിന്ദ് കെജ്രിവാൾ ഇത്രയും നാൾ പറഞ്ഞതെല്ലാം കള്ളമാണ്, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു ഇരട്ടത്താപ്പുള്ള ആളാണ് എന്ന് പലപ്പോഴും പല വാർത്തകളിലും പല കാര്യങ്ങളിലും പുറത്തു വന്നിരുന്നു. അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്ന അണ്ണാ ഹസാരെ അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്നാലും വലിയ പ്രതീക്ഷയായിരുന്നു ഇടതിനും വലതിനുമൊക്കെ, ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒക്കെയുള്ള ഏക പ്രതീക്ഷ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. നരേന്ദ്രമോദിക്ക് ഒരു എതിരാളിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പോലും പറഞ്ഞ് പരത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയത് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ വളരെയധികം ആഘോഷിച്ചിരുന്നു. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയപ്പോൾ ഏതാണ്ട് കേന്ദ്രഭരണം പോകും, കേന്ദ്രഭരണം അരവിന്ദ് കെജ്രിവാളിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാകുമെന്ന തരത്തിൽ പോലും പ്രചരിപ്പിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ശ്രമിച്ചിരുന്നു. ഏതായാലും അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ വാർത്തകൾ അരവിന്ദ് കെജ്രിവാളിനെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. വരും മണിക്കൂറുകളിൽ മാത്രമേ അത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, അരവിന്ദ് കെജ്രിവാൾ ഒരു ഇരട്ടത്താപ്പുകാരനാണെന്ന് പലപ്പോഴും പലരും പറയുകയും ഒക്കെ ചെയ്തെങ്കിലും ആരും വിശ്വസിച്ചിരുന്നില്ലെങ്കിലും ഓരോ കാര്യങ്ങളും പുറത്തു വരുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കുകയോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് യഥാർത്ഥ രീതിയിലുള്ള ഒരു ജാമ്യമോ അല്ല ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമായതുകൊണ്ട് ക്യാമ്പയിൻ ചെയ്യാനുള്ള ഒരു അവസരം മാത്രമാണ് കോടതി നൽകിയിരിക്കുന്നത്. അതും വളരെ കൃത്യമായ തന്നെ നിലപാടുകൾ കോടതി വിശദീകരിച്ചിട്ടുമുണ്ട്. കോടതി നൽകിയ ഉത്തരവ് പ്രകാരം CM-ന്റെ ഓഫീസിലേക്ക് പ്രവേശിക്കാനോ അതുമായി ബന്ധപ്പെട്ട് ഒപ്പിടാൻ പോലും CM-ന് കഴിയില്ല എന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുക, അതും ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു ഡയറക്ഷനോട് കൂടിയാണ് കൃത്യമായി തന്നെയാണ് ജാമ്യം നൽകിയിട്ടുള്ളതും. ഏതായാലും അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ വരുന്ന വാർത്തകൾ അത്ര അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.